Good morning, students. Today we continue the problems in Fourier series. The next problem is find the Fourier series of the function f defined by f of x is equal to 0 if minus 2 less than x less than 0 equal to 1 if 0 less than x less than 2. ഇപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പീസ്വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതായത് ഈ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്, ഈ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. പക്ഷെ 0 എന്നുള്ള പോയിന്റിൽ അത് ഡിസ്കണ്ടിന്യൂസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ആൻഡ് ഇവിടെ തന്നിട്ടുള്ള ഇന്റർവെൽ -2 to 2 ആണ്. ആൻഡ് സോ ഇറ്റ്സ് ലെങ്ത് ഈസ് 4. അതായത് 2 മൈനസ് -2 എൻഡ് പോയിന്റ്സ് തമ്മിൽ ഡിഫറൻസ് എടുക്കുക. റൈറ്റ് എൻഡ് പോയിന്റ് മൈനസ് ലെഫ്റ്റ് എൻഡ് പോയിന്റ്. അപ്പൊ 2 മൈനസ് -2 എന്ന് പറയുമ്പോൾ 4 ആണ് വരിക. ആ 4ന്റെ പകുതി അതാണ് നമ്മുടെ ഇന്റർവെൽ എന്ന് പറയുന്നത്. So here, period എന്ന് പറയുന്നത്. So here p is equal to 2. And so the Fourier series for this function is of the form f of x is equal to a0 by 2 plus sigma m equal to 1 to infinity am cos m pi x by 2. അതായത് by p എന്നുള്ളതിന് പകരം ഇവിടെ 2 plus dm sin m pi x by 2. ഇനി ഇതിൽ നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്ത് എഴുതേണ്ടത് ഫോറിയർ കോഎഫിഷ്യൻസ് ആയ a0 എന്താണെന്നും am എന്താണെന്നും bm എന്താണെന്നും കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. അതിന്റെ ഫോർമുല നമുക്കറിയാം. So a0 is 1 by p into integral minus p to p f of x dx. And so here p എന്ന് പറയുന്നത് 2 ആണല്ലോ. അപ്പോൾ 1 by 2 into integral minus 2 to 2 f of x dx. But f of x -2 മുതൽ 0 വരെ 0 എന്നും 0 മുതൽ 2 വരെ 1 എന്നാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ ഈ ഇന്റഗ്രലിനെ രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 1 by 2 into integral -2 to 0 f of x dx plus integral 0 to 2 f of x dx. But -2 to 0 f of x എന്ന് പറയുന്നത് ഇവിടെ 0 എന്നാണ് തന്നിട്ടുള്ളത്. ആൻഡ് 0 മുതൽ 2 വരെ 1 ആണ്. അപ്പൊ ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ വരും. ആൻഡ് ഇന്റഗ്രൽ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 0 ആയിപ്പോയി. ഇനി ഇതേ ഉള്ളൂ. ഇന്റഗ്രൽ 1 എന്ന് പറഞ്ഞാൽ x ആണ്. ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to 2 കൊടുക്കുന്നു. അപ്പം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ 2 minus 0 that is 2 എന്ന് വരും. ഇത് ഓൾറെഡി ഒരു 1 by 2 ഉണ്ട്. സോ ദർ വാല്യൂ ഇസ് 1. അപ്പൊ a0 കാൽക്കുലേറ്റ് ചെയ്തു. ഇനി am കാൽക്കുലേറ്റ് ചെയ്യുന്നു. am കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല 1 by 2 ഇന്റഗ്രൽ -2 to p f of x into cos m pi x by p ആണ്. അപ്പൊ അതിന്റെ ഇവിടെ p എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ സോ ഫോർമുല ഈസ് 1 by 2 ഇന്റഗ്രൽ -2 to 2 f of x cos m pi x by 2 dx. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ f of x -2 മുതൽ 0 വരെ 0യും 0 to 2 1 ആണ്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബട്ട് ഈ ടേം 0 ആയിപ്പോയി, കാരണം ഇവിടെ 0 വന്നതുകൊണ്ട്. അപ്പൊ ഇത് മാത്രമേ ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. അപ്പൊ cos m pi x by 2ന്റെ ഇന്റഗ്രൽ ദാറ്റ് ഈസ് sin m pi x by 2 ഹോൾ ഡിവൈഡഡ് ബൈ പിന്നെ എന്താ കൂടെ വരും m pi by 2 എന്ന് വരും. അതിനെയാണ് ഇവിടെ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 by m pi എന്ന് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഓൾറെഡി ഒരു 1 by 2 ഉണ്ട്. ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to 2 കൊടുക്കുന്നു. അപ്പൊ ഇവിടെ 2 കൊടുക്കുമ്പോൾ ഈ എക്സിനാണ് 2 കൊടുക്കുക. അപ്പൊ ഇവിടെ എക്സിന് 2 കൊടുക്കുമ്പോൾ ഈ 2 ഉം 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇവിടെ സൈൻ m pi എന്ന് വരും. ഞാൻ നേരത്തെ പറഞ്ഞു സൈന് പൈയുടെ മൾട്ടിപ്പിൾസിലെല്ലാം 0 ആണ്. അപ്പൊ അതിന്റെ വാല്യൂ 0 ആയിപ്പോയി. ഇനി ലോവർ ലിമിറ്റ് സൈൻ ഇവിടെ 0 കൊടുക്കുമ്പോൾ സൈൻ 0 എന്ന് വരും. സൈൻ 0യും 0 ആണ്. സോ ഇറ്റ്സ് വാല്യൂ ഈക്വൽ ടു 0. അപ്പൊ am 0 ആണ്. ഇനി bm കാൽക്കുലേറ്റ് ചെയ്യുന്നു. 1 by p into integral -p to p f of x sin m pi x by p dx. ഇപ്പൊ ഇവിടെ p യുടെ വാല്യൂ 1 by 2 ആണ്. പിന്നെ അതേപോലെ തന്നെ ഇന്റർഗ്രൽ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. -2 to 2 എന്നുള്ളത് -2 to 0യും 0 to 2യും സ്പ്ലിറ്റ് ചെയ്തിട്ട് f of x ന്റെ വാല്യൂ കൊടുക്കുമ്പോൾ ഈ ഇന്റർവെല്ലിൽ 0 ആണ്. അപ്പൊ ഈ ടേം 0 ആയിപ്പോയി. ഇനി ഈ ടേം മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളൂ. sin m pi x by 2ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് -cos m pi x by 2 ഹോൾ ഡിവൈഡഡ് ബൈ പിന്നെ m pi by 2 ഉണ്ട്. അതിനാണ് ഇൻറ്റു 2 by m pi എന്ന് എഴുതിയിട്ടുള്ളത്. ഇവിടെ മൈനസ് ഉണ്ട്. ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to 2 കൊടുക്കുന്നു. അപ്പൊ ഇവിടെ 1 by 2 ഇൻറ്റു -2 by m pi ഇൻറ്റു കോസ് ഓഫ് ഇവിടെ 2 കൊടുക്കുമ്പം m pi by 2 m pi ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ കോസ് m pi എന്ന് വരും. പിന്നെ മൈനസ് ലോവർ ലിമിറ്റ് ഇവിടെ ഓൾറെഡി മൈനസ് ഉള്ളത് അത് പ്ലസ് ആയി മാറി. 1 by 2 ഇൻറ്റു 2 by m pi പിന്നെ ഇവിടെ 0 കൊടുക്കുമ്പോൾ കോസ് 0 1 ആണ്. അപ്പോൾ ഇവിടെ 2 by m pi മാത്രമേ വരുള്ളൂ. ഇനി ഇതിന്റെ നേരത്തെ പറഞ്ഞ കോസ് m piയുടെ വാല്യൂ കോസ് m pi എന്ന് പറയുമ്പോൾ എമ്മിന് നമ്മൾ 1 2 3 വാല്യൂസ് അല്ലേ കൊടുക്കുക. അപ്പോൾ എമ്മിന് 1 കൊടുത്തു കഴിഞ്ഞാൽ കോസ് 1 pi എന്നാവും. കോസ് പൈയുടെ വാല്യൂ -1 ആണ്. ബട്ട് എമ്മിന് 2 കൊടുത്തു കഴിഞ്ഞാൽ കോസ് 2 pi എന്നാവും. കോസ് 2 piയുടെ വാല്യൂ 1 ആണ്. 3 കൊടുത്തു കഴിഞ്ഞാൽ കോസ് 3 piയുടെ വാല്യൂ -1 ആണ്. അപ്പൊ അത് ആ എമ്മിന്റെ വാല്യൂവിനനുസരിച്ചാണ് മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ളത് വരുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് -1 raised m. അപ്പൊ എമ്മിന് 1 കൊടുക്കുമ്പോൾ -1 ആയിക്കോളും. എമ്മിന് 2 കൊടുക്കുമ്പോൾ +1 ആയിക്കോളും. ഓക്കെ, സോ കോസ് m piയുടെ വാല്യൂ -1 raised m ആണ്.
വാല്യൂം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഈ 2 കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള ടേംസ് ഇത് പോസിറ്റീവ് ടേം ഫസ്റ്റ് എഴുതിയതാണ്. അപ്പോൾ 1 മൈനസ് -1/3m. ഈ മൈനസും കൂടെ ചേർത്ത് പ്ലസ് ആക്കരുത് കേട്ടോ. -1/3mന്റെ വാല്യൂ എമ്മിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ലാതെ ഇൻറ്റു എന്ന് ചെയ്തിട്ട് പ്ലസ് ആക്കി എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. 1 മൈനസ് -1/3m ഡിവൈഡഡ് ബൈ m പൈ. സോ ഇനി നമുക്ക് നമ്മളെ ഫോറിയർ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ x is equal to a0/2. a0 നമുക്ക് ഇവിടെ 1 ആണ് കിട്ടിയത്. 1/2 പ്ലസ് സിഗ്മ m equal to 1 to infinity. am എന്ന് പറയുന്നത് 0 ആണ്. 0 ഇൻറ്റു കോസ് m പൈ x/2 പ്ലസ് bm നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. 1 മൈനസ് -1/3 ഇവിടെ m എന്നാ കൊടുക്കേണ്ടത്. -1/3m ഡിവൈഡ് ബൈ m പൈ സൈൻ m പൈ x/2. ഇനി ഇതിന് എമ്മിന് ഡിഫറൻസ് അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ 1/2 പ്ലസ് ഈ ടേം 0 ആയിപ്പോയി. ഇതിൽ എമ്മിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി മാറും? ഇത് -1 ആകും. അപ്പോൾ 1 മൈനസ് -1 പ്ലസ് 1 ആയി. ദറ്റ് ഈസ് 1 + 1 2 എന്നുള്ളതായി മാറി. 2 ബൈ എമ്മിന് 1 അല്ലേ കൊടുക്കും. അപ്പോൾ 2 ബൈ പൈ ഇൻറ്റു സൈൻ ഇവിടെ 1 കൊടുക്കുമ്പോൾ പൈ x/2 പ്ലസ് ഇനി ഇവിടെ 2 കൊടുക്കുമ്പോൾ ഇത് +1 ആയി മാറും. +1 എന്ന് പറയുമ്പോൾ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ ആ ടേം 0 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ 2 കൊടുക്കുമ്പോഴുള്ള ടേം ഉണ്ടാവില്ല. ഇനി 3 കൊടുക്കുമ്പോഴുള്ള ടേം എന്ന് പറയുന്നത് അഗൈൻ 1 മൈനസ് -1/3 എന്ന് പറയുമ്പോൾ അവിടെ -1 ആണ്. അപ്പോൾ 1 മൈനസ് -1 എന്ന് പറയുമ്പോൾ 1 + 1 ആയി. ദാറ്റ് ഈസ് 2 ആയി. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ എമ്മിന് 3 അല്ലേ കൊടുത്തത്. അപ്പോൾ 2 ബൈ 3 പൈ സൈൻ പിന്നെ ഇവിടെ എന്ത് വരും? 3 പൈ x/2. ഓക്കെ, ആ ടേമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഈവൺ ടേമുകളൊക്കെ എമ്മിന് ഈവൺ ഇന്റീജർ കൊടുക്കുമ്പോഴുള്ള ടേമൊക്കെ 0 ആയി പോകും. കാരണം ഈ ഒരു ടേം ഉള്ളത് കൊണ്ട് ബാക്കിയുള്ള നോഡ് ടേംസ് മാത്രമേ വരുള്ളൂ. അപ്പൊ നമുക്കതിനെ ഒരു സിഗ്മ നൊട്ടേഷനിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സിഗ്മ നൊട്ടേഷനിൽ എഴുതുവാണെങ്കിൽ ഇതിൽ കോമൺ ആയിട്ടുള്ള 2 ബൈ പൈ ഒക്കെ പുറത്ത് എഴുതി കഴിഞ്ഞാൽ സൈൻ ഇവിടെ 1/2 പ്ലസ് 2 ബൈ പൈ ഇൻറ്റു സൈൻ പൈ x/2 പ്ലസ് 1/3 സൈൻ 3 പൈ ബൈ x/2. അതായത് ഈ 2 ബൈ പൈ എന്നുള്ളത് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ പുറത്ത് എഴുതിയത്. ബാക്കിയുള്ള ടേംസ് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു സിഗ്മ നൊട്ടേഷനിൽ 1/2 പ്ലസ് 2 ബൈ പൈ ഇൻറ്റു ഇതോടെ ഓഡ് ടേമുകൾ മാത്രമേ വരുന്നുള്ളൂ. ഓഡ് ടേമുകളെ നമ്മൾ 2n-1 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഈവൺ ടേം മാത്രമാണെങ്കിൽ 2n കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓഡ് ടേം ആയതുകൊണ്ട് 1/2n-1 സൈൻ 2n-1 പൈ എക്സ് ഡിവൈഡ് ബൈ 2. ഇനി ഇവിടെ വേരിയേഷൻ കൊടുക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ആദ്യം കിട്ടേണ്ട വാല്യൂ ഇവിടെ 1 എന്നുള്ളതാണ്. 2n-1ന് ഇവിടെ 1 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. അപ്പോൾ എന്നിന് നമ്മൾ ഏത് വാല്യൂ മുതൽ കൊടുക്കണം? 1 മുതൽ കൊടുക്കണം. ഓക്കെ, എന്നിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ 1/2 - 1 അതായത് 1/1 ഇൻറ്റു സൈൻ 1 പൈ x/2 എന്ന് കിട്ടുന്നത്. അതായത് സൈൻ പൈ x/2 ഫസ്റ്റ് ടേം തന്നെ കിട്ടുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള വാല്യൂസ് അതിന് എന്നിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടും. ഇനി നെക്സ്റ്റ് പ്രോബ്ലം, ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. Next question, find the Fourier series of the function f defined by f of x is equal to 0 is -3 less than or equal to x less than -3 less than x less than or equal to -1 equal to 1 if -1 less than x less than or equal to 1 0 if 1 less than x less than 3. അപ്പോൾ ഇവിടെ പീരീഡ് എന്ന് പറയുന്നത് ഇന്റർവെൽ എന്ന് പറയുന്നത് -3 മുതൽ 3 വരെയാണ്. അപ്പോൾ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 മൈനസ് -3 എന്ന് പറയുമ്പോൾ 3 + 3 ദാറ്റ് ഈസ് 6 ആണ്. അതിന്റെ പകുതിയാണ് നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്. p = 3. അപ്പോൾ p = 3 എന്നുള്ളതാണ് നമ്മളുടെ പീരീഡ്. സോ ദ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് a0/2 പ്ലസ് സിഗ്മ m = 1 to infinity am cos m pi x/p. ഇവിടെ a0/p ആണ് കേട്ടോ. a0/2 പ്ലസ് സിഗ്മ m = 1 to infinity am cos m pi x/p ആണ്. അതുകൊണ്ട് ഇവിടെ പിയുടെ വാല്യൂ 3 ആയതുകൊണ്ടാണ് ഇവിടെ 3 കൊടുത്തിട്ടുള്ളത്. പ്ലസ് bm സൈൻ m pi x/3. ഇനി a0 am bm കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എല്ലാ പ്രോബ്ലംസും ഒരേ മെത്തേഡ് തന്നെയാണ്. ഫംഗ്ഷൻസിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കുറച്ച് പ്രോബ്ലംസ് നിങ്ങളൊന്ന് തനിയെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. a0 = 1/p × -2 to p f of x dx. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു p3 ആയിരുന്നല്ലോ. 1/3 × -3 to 3 f of x dx. ഇനി f of x കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ ഒന്ന് ശ്രദ്ധിച്ച്, -3 മുതൽ -1 വരെയും 0 ആണ്, 1 മുതൽ 3 വരെയും 0 ആണ്. അപ്പോൾ ഈ ഇന്റർവെല്ലിലുള്ള വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ ചെയ്യുന്നത് ഈ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യും. -3 to 1, 1 to 3, 1 to 1, then 1 to 3 എന്നുള്ളത് -3 to -1 f of x dx പ്ലസ്
-1 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 1 to 3 എഫ് ഓഫ് എക്സ് ഡി എക്സ്. പക്ഷെ ആദ്യത്തെ ഇന്റഗ്രലും മൂന്നാമത്തെ ഇന്റഗ്രലും 0 ആയി പോകും, കാരണം അവിടെ ഫംഗ്ഷൻ വാല്യൂ 0 ആയതുകൊണ്ട്. അപ്പോൾ നടുവിലുള്ള ഇന്റഗ്രൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇന്റഗ്രൽ -1 to 1. അവിടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 എന്നാണ് തന്നിട്ടുള്ളത്, 1 ഡി എക്സ്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എക്സ് എന്ന് വരും ഇന്റഗ്രൽ. ബിറ്റ്വീൻ ദി ലിമിറ്റ് -1 to 1 കൊടുക്കുമ്പോൾ അത് 2 ആയി മാറും. 2/3 എന്നുള്ളതാണ് എനോട്ടിന്റെ വാല്യൂ. ഈ എം കാൽക്കുലേറ്റ് ചെയ്യുന്നു 1/p ഇൻറ്റു ഇന്റഗ്രൽ -2 to എഫ് ഓഫ് എക്സ് കോസ് എം പൈ എക്സ് ബൈ പി. ഇവിടെ പിയുടെ വാല്യൂസും ഫംഗ്ഷൻ വാല്യൂസും ഒക്കെ കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റഗ്രലിനെ മൂന്നാക്കി സ്പ്ലിറ്റ് ചെയ്യും. അതിൽ ആ നടുവിലത്തെ ഇന്റഗ്രൽ മാത്രമേ നോൺ സീറോ ആയിട്ടുള്ളൂ. അപ്പൊ അത് നോക്കുമ്പോൾ 1/3 ഇൻറ്റു ഇന്റഗ്രൽ -1 to 1, 1 ഇൻറ്റു ആ ഫംഗ്ഷൻ വാല്യൂ 1 ആണ് അവിടെ, 1 ഇൻറ്റു കോസ് എം പൈ എക്സ് ബൈ 3. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എം പൈ എക്സ് ബൈ 3 ഹോൾ ഡിവൈഡഡ് ബൈ എം പൈ ബൈ 3 എന്ന് വരും. അതിന് ഇൻറ്റു 3/mπ എന്ന് എഴുതി. ബിറ്റ്വീൻ ദി ലിമിറ്റ് -1 to 1. അപ്പൊ ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ ഇത് എന്തായി മാറി, എം പൈ ബൈ 3 എന്നായി. എക്സിന് -1 കൊടുക്കുമ്പം സൈൻ ഓഫ് -mπ/3 എന്നാ വരിക. പക്ഷെ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ ആണ്. അപ്പം ഓൾറെഡി ലോവർ ലിമിറ്റിന്റെ ഒരു മൈനസും കൂടെ ഉണ്ടാവും, അത് രണ്ടും കൂടെ ചേർത്തത് പ്ലസ് ആവും. അപ്പോൾ ഇത് 2 ടൈംസ് mπ/3 സൈൻ mπ/3 എന്ന് വരും. ഇപ്പോൾ ഈ 3 ഓൾറെഡി കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ 2/mπ സൈൻ mπ/3 n = 1 to 3 എക്സെട്ര. ഇനി അടുത്തത് ഇവിടെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം, കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സൈൻ π/3ക്ക് ഒരു വാല്യൂ ആണ്, സൈൻ 2π/3ക്ക് വേറെ വാല്യൂ ആണ്. അല്ലാതെ നമുക്ക് കോമൺ ആയിട്ട് -1 +1 അങ്ങനെ ആൾട്ടർനേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിന് ജനറൽ ഫോർമുലാസ് എഴുതാത്തത്. ഇനി ബി എം കാൽക്കുലേറ്റ് ചെയ്യുന്നു 1/p ഇൻറ്റു ഇന്റഗ്രൽ -p to p എഫ് ഓഫ് എക്സ് സൈൻ mπx/3. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നടുവിലത്തെ ഇന്റഗ്രൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടുത്തെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ 1/3 ഇൻറ്റു ഇന്റഗ്രൽ -1 to 1 സൈൻ mπx/3. സൈനിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് കോസ് ആണ്, മൈനസ് കോസ് ആണ്. അപ്പോൾ മൈനസ് കോസ് mπx/3 ഡിവൈഡഡ് ബൈ mπ/3 എന്നുള്ളതിന് ഇൻറ്റു 3/mπ എന്ന് എഴുതി. ബിറ്റ്വീൻ ദി ലിമിറ്റ് -1 to 1 കൊടുക്കുന്നു. അപ്പൊ ഇവിടെ കോസ് ഇവിടെ ഈ കോൺസ്റ്റൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് mπ/3 അവിടെ എക്സിനാണ് 1 കൊടുത്തത്, കോസ് mπ/3. പിന്നെ മൈനസ് എന്തുവരും, കോസ് ഓഫ് -mπ/3. പക്ഷെ കോസ് ഓഫ് മൈനസ് തീറ്റ അറിഞ്ഞ കോസ് തീറ്റ തന്നെയാണ്. അപ്പൊ കോസ് mπ/3 മൈനസ് കോസ് mπ/3 എന്ന് വരും. അപ്പൊ സെയിം ടേം സബ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് അത് 0 ആയി മാറി. അങ്ങനെയാണ് അത് 0 ആയത് കേട്ടോ. സോ ദാറ്റ് ടേം ഈസ് 0. അപ്പൊ ഇവിടെ ഇനി a0ഉം am മാത്രമേ ഉള്ളൂ. ബി എം എന്നുള്ള വാല്യൂ 0 ആയി പോയി. അപ്പോൾ ഫൊറിയർ സീരീസിന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ് വരുന്നത്. ഈ കോസ് ഓൾറെഡി ആ ഫോർമുലയിലുള്ള കോസ് ആണ്. ഇത് നമ്മൾ കണ്ടുപിടിച്ച am ആണ്. ഓക്കെ, അപ്പോൾ സോ ഈ രൂപത്തിലാണ് അതിന്റെ വാല്യൂ വരുന്നത്. ഇവിടെ എമ്മിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ ഒരു 3-4 വാല്യൂസ് ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കോമൺ ആയിട്ട് ഒരു വാല്യൂ എന്നുള്ള രൂപത്തിൽ എഴുതിയിട്ടല്ല. Find the Fourier series of the function f of x, where f of x is defined by f of x equal to x if minus π/2 less than x less than or equal to π/2 equal to π minus x if π/2 less than x less than 3π/2. അപ്പോൾ ഇവിടെ ഇന്റർവെല്ലിന്റെ ലെങ്ത് നോക്കുമ്പോൾ 3π/2 മൈനസ് π/2 എന്ന് പറയുമ്പോൾ 4π/2, അതായത് 2π എന്നുള്ളതാണ് ലെങ്ത് വരുന്നത്. ദർഫോർ പീരീഡ് എന്ന് പറയുന്നത് അതിന്റെ ഹാഫ്, അതായത് പൈ ആണ് ഹാഫ്. പൈ ആണ് ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സിന്റെ ഫോർമുല എഴുതി a0/2 പ്ലസ് സിഗ്മ n = 1 to infinity an cos nπx/p എന്ന് എഴുതാം. പക്ഷെ p എന്ന് പറയുന്നത് ഇവിടെ പൈ ആണ്. അപ്പൊ പൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോസ് nx പ്ലസ് bn സൈൻ nx. ഇനി a0ഉം an ഉം bn ഉം കണ്ടുപിടിക്കുന്നു. a0ന്റെ ഫോർമുല എഴുതി 1/p ഇൻറ്റു ഇന്റഗ്രൽ -p to p. ഇവിടുത്തെ ഇന്റർവെല് ഈ ഒരു രീതിയിലാണ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ദെൻ ആ ഇന്റർവെല്ലിൽ തന്നെ 2 ഇന്റർവെൽ ആക്കിയിട്ട് 2 ഫംഗ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. -π/2 π/2 എക്സും π/2 to 3π/2 π മൈനസ് എക്സും. അപ്പൊ ആ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്യുമ്പം ഈ രൂപത്തിൽ വരും. ആദ്യത്തെ ഇന്റർവെല്ലിൽ എക്സ് ആണ്, രണ്ടാമത്തേൽ പൈ മൈനസ് എക്സ് ആണ്. എക്സിന്റെ ഇന്റഗ്രൽ x²/2, പൈ മൈനസ് എക്സിന്റെ പൈ എക്സ് മൈനസ് x²/2. ഈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വാല്യൂ 0 എന്നാണ് വരുന്നത്. an-ഉം ഇതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് കോസ് nx dx, കോസ് nπx/p ആണ്, അത് ഈ രൂപത്തിലായി മാറും. ഇതേപോലെ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നു. ഇനി
അതിന്റെ വാല്യൂ കിട്ടുന്നത്